ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ഞാൻ ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും രണ്ടിലും ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോ. ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അതുപോലെ അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കാം. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ ഇൻക്രീസസ് ഫ്രം 6 മീറ്റർ പെർ സെക്കൻഡ് ടു 16 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്, calculate the acceleration of the car. What is the displacement of the car during this time? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വേഷൻസ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? നമ്മളൊരു ലോസ് ഓഫ് മോഷൻസ് പഠിച്ചിട്ടില്ലേ? ചലന സമവാക്യങ്ങൾ പഠിച്ചിട്ടില്ലേ? 3 ഇക്വേഷൻസ്. ആ 3 ഇക്വേഷൻസ് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് എങ്ങനെയായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതിൽ മിക്കവാറും ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ, സ്ഥാനാന്തരം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ആ ഇക്വേഷൻസ്. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കോ. ലോസ് ഓഫ് മോഷൻസിൽ എന്താ അത്? ചലന സമവാക്യങ്ങൾ അല്ലേ? ചലന സമവാക്യങ്ങൾ. ഇതിൽ 3 ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? ഇനി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻസ് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കിക്കേ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. ഇനി ഇതിൽ വി എന്താ, യു എന്താ, എ എന്താ, ടി എന്താ, ഇതൊക്കെ നമുക്കറിയണം അല്ലേ? ഇതിൽ വി എന്താ മക്കളെ? വി എന്താ? വി, യു, അതുപോലെ എ, ടി. ടി നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് അറിയാം അല്ലേ? ടി ഫോർ ടൈം അല്ലേ? അല്ലേ? അപ്പോൾ അത് ഫസ്റ്റ് എഴുതാ. ടി എന്ന് പറയുന്നത് എന്താടാ? ടൈം ആണല്ലേ? സമയം. ടി എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്, ടൈമാണ് അല്ലേ? ഇനി ഇതിൽ എ എന്ന് പറയുന്നത് എന്താ, യു എന്ന് പറയുന്നത് എന്താ, വി എന്ന് പറയുന്നത് എന്താ? യുവും വിയും ഇതെന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ? അതപ്പോൾ അവിടെ എഴുതാ. നോക്കിക്കോ. സോറി, ഇതവിടെ എ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇതിന്റെ മലയാളം എന്താടാ? ത്വരണം അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ. വിയും യു അല്ലേ? അതെന്താണ്? പ്രവേഗമാണ്, വെലോസിറ്റി ആണ് അല്ലേ? അതിൽ യു എന്ന് പറയുന്നത് എന്ത് പ്രവേഗമാണ്? ആദ്യ പ്രവേഗാണോ അന്ത്യപ്രവേഗാണോ? അത് പറഞ്ഞേ. എന്താ? ഇനീഷ്യൽ വെലോസിറ്റി ആണ് യു. ഇനീഷ്യൽ വെലോസിറ്റി എന്താണത്? ആദ്യ പ്രവേഗം. ഇനി വി എന്ന് പറയുന്നത് എന്താ? ഫൈനൽ വെലോസിറ്റി എന്താണ്? അന്ത്യപ്രവേഗം. ഓക്കെ അല്ലേ? അപ്പോൾ ടേംസ് ഒക്കെ നമുക്ക് കിട്ടി, ഇക്വേഷൻസും കിട്ടി അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിൽ ഏത് ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. നോക്കിക്കേ, ഇവിടെ എന്താ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്? ഒന്ന് ത്വരണം കണക്കാക്കാൻ ഉണ്ടല്ലേ? അപ്പോൾ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കണക്കാക്കണം. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിൽ ഈ 3 ഇക്വേഷൻസിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? സ്ഥാനാന്തരം കാണാനുള്ളതാണ് അല്ലേ? എസിന്റെ ഇക്വേഷൻ ആണ്. ഇതിലിതാ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യം. എസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളത്. ഈ ഇക്വേഷൻ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ വായിക്കുന്നുണ്ടേ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ എഴുതിയ ഈ 3 ഇക്വേഷൻസിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ മാത്രം ഞാൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്. എന്താണത്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണല്ലോ ഇക്വേഷൻ. ഇനി നോക്കിക്കേ. ഇനി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ വേണം?
യു എന്താണ്, ടി എന്താണ്, എ എന്താണ്, ഇതൊക്കെ വേണം അല്ലേ. അപ്പൊ നോക്കിക്കോ, ഒരു കാറിന്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് അല്ലെ 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് യു എന്താണ്, വി എന്താണെന്ന് എഴുതി വെക്കാലോടാ. യു എന്തായിരിക്കും ഇവിടെ? ഒന്ന് അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞേ. യു എന്തായിരിക്കും? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. വി എന്താടാ ഇവിടെ? വി എന്താ വരുക? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് വി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി ടി ആണല്ലോ വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10 സെക്കൻഡ് ആണ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി എന്താ വേണ്ടത്? ഇവിടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതാൻ പോകുന്നത്. എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ഈ കാറിന്റെ ത്വരണം, ആക്സലറേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആക്സലറേഷൻ എങ്ങനെയാ നമ്മൾ ത്വരണം കാണുക, ആക്സലറേഷൻ കാണുക? ത്വരണം എന്ന് പറഞ്ഞാൽ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോ, ത്വരണം കാണണമെങ്കിൽ, എ കാണണമെങ്കിൽ എ ഫോർ ആക്സലറേഷൻ ആണ് അല്ലേ. എ ഫോർ ആപ്പിൾ അല്ല, എ ഫോർ എന്താണ്? ആക്സലറേഷൻ. നോക്കിക്കോ, എ കാണണമെങ്കിൽ ത്വരണം അല്ലെ. ത്വരണം കാണണമെങ്കിൽ എന്ത് വേണം? പ്രവേഗമാറ്റം ബൈ സമയമാണ് അല്ലെ. എങ്ങനെയാ കാണുക? പ്രവേഗമാറ്റം ബൈ സമയം എന്ന് പറയുന്നത് എങ്ങനെയാ കാണുക? പ്രവേഗത്തിന്റെ മാറ്റം അല്ലേ. അപ്പൊ നമുക്കിവിടെ ഒരു ആദ്യപ്രവേഗം ഉണ്ട്, അന്ത്യപ്രവേഗം ഉണ്ട് അല്ലെ. നോക്കിക്കോ, അപ്പോ അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യപ്രവേഗം കുറക്കുന്നു അല്ലെ. ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറക്കുന്നു. അതിനുശേഷം അതിന് എന്ത് ചെയ്യുന്നുടാ? ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വി ഇസ് ഈക്വൽ ടു 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു ഇസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയെന്ന് നോക്കിക്കോ. വി ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 16 മീറ്റർ സെക്കൻഡ് ആണ്. 16 കൊടുത്തു. യു ഇസ് ഈക്വൽ ടു എന്താടാ? 6 ആണ്. ഡിവൈഡഡ് ബൈ T4 എത്രയാണ്? ടി 10 ആണ് അല്ലെ. നോക്കിക്കേ, 16 6 കുറച്ചാൽ എത്രയാടാ വരുക? 16 6 കുറച്ചാൽ എത്ര വരിക? 10 അല്ലെ. 10 ബൈ 10 എത്ര വരും? 1 ആണ് വരുക. ഇനി ഇവിടെ ഒരു യൂണിറ്റ് വേണം അല്ലെ. നമ്മൾ വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ പഠിച്ചത്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ത്വരണത്തിന്റെ യൂണിറ്റും അതേ യൂണിറ്റ് ആണോ? അല്ല. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് അല്ല, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതണം. ഇവിടെ എന്താണ് വരിക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കിത് ആക്സലറേഷൻ കിട്ടി, ത്വരണം കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? എളുപ്പത്തിൽ ചെയ്തു അല്ലെ. ഇനി ബി ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ കിട്ടൂലേ? ബി ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ എന്താ? സ്ഥാനാന്തരം എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ സ്ഥാനാന്തരം അല്ലെ. സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഇപ്പൊ തൊട്ട് മുമ്പിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയില്ലേ? എസ് അല്ലേ. എസ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം അല്ലേ. അപ്പോ എസിന്റെ ഇക്വേഷൻ എന്താടാ? എന്താ പറഞ്ഞത്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് അറ്റ് എന്നൊന്നും വായിക്കരുത്, എ ടി സ്ക്വയർ എന്നാണ്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്യണം അല്ലേ. ഇനി നോക്കിക്കോ, നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് നേരെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് കൊടുത്താൽ മതി. ആകെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ. യു എത്രയാടാ? 6 ആണ്. 6 ഇൻറ്റു ടി എത്രയാണ്? 10 ആണ്. 10 പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. എത്രയാ? 1 ആണ്. 1 ഇൻറ്റു ഇനി ടി എത്രയാണ്? 10 തന്നെയാണ് അല്ലേ. അപ്പോൾ 10 സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കോ, ഇതാ ഞാൻ ചെയ്യാൻ പോവേന്ന്. 6 ഇൻറ്റു 10 എത്ര വരും? 60 എന്ന് വരും. 60 പ്ലസ് ഇവിടെ ഹാഫ് ഉണ്ട്. ഹാഫ് ഇൻറ്റു ഇവിടെ എന്താ വരിക? 1 ഇൻറ്റു 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ആണ് അല്ലേ. അപ്പോൾ ഇതാ 100 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്താൽ മതി? 100ന്റെ ഹാഫ് എത്രയാ വരിക? ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം അല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്ര വരും? 50 എന്ന് വരും അല്ലേ. 60 പ്ലസ് 50 അല്ലേ. 60ഉം 50ഉം കൂട്ടണം. എത്രയാ വരിക? 110 എന്ന് വരും. ഇനി യൂണിറ്റ് നോക്കണം. നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ഥാനാന്തരമാണ് അല്ലേ. അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? മീറ്റർ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നോ ഒന്നും എഴുതരുത്. സ്ഥാനാന്തരമാണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ദൂരമാണല്ലേ. ദൂരവും സ്ഥാനാന്തരം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എന്താ ദൂരവും സ്ഥാനാന്തരം തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങളിപ്പം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യാം? വീട്ടിലേക്ക് പോകാൻ നേരെ ഒരു വഴിയുണ്ട്. നേരെ ഒരു വഴിയിൽ പോകുന്നതിന് പകരം നിങ്ങൾ എന്താ ഒരു മിഠായിയെല്ലാം വാങ്ങി ഇപ്പുറത്തെ കടയിലൊക്കെ ചുറ്റി ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ വളഞ്ഞ് പോകുന്നതിനെയാണ് എന്ത് പറയുക? ഇതിപ്പോൾ ഞാനത് വരച്ചിട്ട് ഞാൻ കാണിച്ചതാ. ഇത് നമ്മളെ സ്കൂള്, ഇത് നിങ്ങളെ വീട്. ഓക്കെ. ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നേരെ ഒരു വഴിയുണ്ട്. നിങ്ങൾ അതിലേ പോകുന്നില്ല. അതിന് പകരം ഇതാ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു പീടിയുണ്ട്. ഇവിടെ നൈസെല്ലാം വാങ്ങി ഇപ്പുറത്ത് വേറൊരു പീടിയിൽ നിന്ന് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങി ഇങ്ങനെ വളഞ്ഞ് വീട്ടിലെത്തി. ഇതിൽ ആദ്യം പോയതാ 1 എന്ന് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. ആദ്യം പോയത് എന്നാണ്? ദൂരാണോ സ്ഥാനാന്തരാണോ?
അവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞേ. ഇതെന്താ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നതാണ് എന്തെന്ന്? ദൂരം അല്ലെ. ഇനി ഇതാ ഇങ്ങനെ നേരെ പോകുന്നതാണ് എന്തെന്ന്? സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? നേർരേഖാചലനം അല്ലെ, നേർരേഖാ ദൂരമാണ് അല്ലെ. രണ്ട് വസ്തുക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, ഞാൻ ആ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് യൂണിറ്റ് എന്താ വരിക? മീറ്ററിലാണ് അല്ലെ. അപ്പൊ ഇതെന്താ? യൂണിറ്റ് മീറ്റർ ആണ്. അവിടെ ഓട്ടോമാറ്റിക്കലി ഇതാ മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നും എഴുതരുത് കേട്ടാ. യൂണിറ്റ് എന്ത് വരണം? ഇതാ 110 മീറ്റർ എന്ന് വരും. സ്ഥാനാന്തരം കിട്ടിയില്ലേ? ഇതൊക്കെയാണോ ഈ ക്വസ്റ്റ്യൻ? ഇതൊക്കെയല്ലേ? ദാ ഒന്നും കൂടെ ഒന്ന് നോക്കാം. S is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ത്വരണം, ആക്സലറേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ദെൻ ആക്സലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനകത്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഒന്ന് വായിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഇപ്പം എന്തായാലും ആൻസർ പറയാം. നിങ്ങൾ ഇനി വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? വീഡിയോ പ്ലേ ചെയ്തിട്ട് നോക്കാം കേട്ടോ. കള്ളത്തരം കാണിക്കരുത്. ഒന്ന് പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ കാണുന്ന സമയത്ത് പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യണം? പെന്നും പേപ്പറും എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അവിടെ വെക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക, അതന്നെയാണോ കിട്ടിയത്. ഉത്തരം അങ്ങനെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഈ ആൻസർ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നോക്കാം, അതാ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർസ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 20 meter per second in ശരി തന്നെ 2 second and 40 meter per second in 6 second. What is the displacement of the object during this time interval എന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, നോക്കിക്കോ. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് എത്രയാവുന്നുണ്ടാ? 40 മീറ്റർ പെർ സെക്കൻഡും ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടായ എന്ത് കാണണം? സ്ഥാനാന്തരം കാണണം. ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? സ്ഥാനാന്തരം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. അപ്പൊ എങ്ങനെയാ സ്ഥാനാന്തരം കാണാം? നമുക്ക് നോക്കാം. നോക്കിക്കോ, ഇവിടെയും ഇക്വേഷൻ എന്തെന്നെയാണ്? S is equal to ut plus half at square അല്ലേ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടിക്കോളും. നോക്കിക്കോ, S is equal to ut plus half at square. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നല്ല ആദ്യം എഴുതിക്കൂടെ. നമുക്ക് ആവശ്യമുള്ളത് എന്താ? u വേണം, v വേണം, t വേണം, പിന്നെന്താടാ വേണ്ടത്? എയും വേണം ആണല്ലോ. ഇതാ ഓർഡറിൽ അങ്ങ് നോക്കണേ. യു എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ അത് ആദ്യം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ, ആദ്യ പ്രവേഗമാണ്. അപ്പൊ ആദ്യ പ്രവേഗത്തിൽ ഏതായിരിക്കും? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് എഴുതി വെച്ചു, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വി അല്ലെ, വി എന്താണ്? അന്ത്യപ്രവേഗമാണ്, ഫൈനൽ വെലോസിറ്റി ആണ്. അത് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ ടൈം ടി ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. 2 സെക്കൻഡിൽ നിന്ന് എത്രയായെന്നാ പറയുന്നത്? 6 സെക്കൻഡ് ആയെന്നാന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കണം. എന്താ? T2 മൈനസ് T1 എത്രയാ വരുക? 6 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ് അല്ലെ. എന്ത് വരൂടാ? 4 സെക്കൻഡ് എന്ന് വരും അല്ലെ. 6 2 കുറച്ചു 4 കിട്ടി. ഓക്കെ അല്ലേ? ഇത് ഇനി ഇവിടെ ആക്സലറേഷൻ കാണണം അല്ലെ. എ കാണണം, ത്വരണം, ആക്സലറേഷൻ. A4 എന്താണ്? ആപ്പിൾ അല്ല, നേരത്തെ പറഞ്ഞത് ത്വരണമാണ് അല്ലെ. ത്വരണം എന്താ? ആക്സലറേഷൻ. അപ്പൊ ഇതെങ്ങനെയാ കാണുക? നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. v മൈനസ് u ബൈ ടി ആണ്. v is equal to എത്രയാടാ? ഇത് ഇനി ഈ വാല്യൂസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുക അല്ലെ. പിന്നെന്താ? കുറക്കുക, ഹരിക്കുക, അത്രയുള്ള പരിപാടി. നോക്കിക്കോ, 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ ടി. ടി എത്രയാണ്? ഇതിനകത്ത് ഇവിടെ 6ഉം 2 ഒക്കെ ഉണ്ട്, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 4 സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്ന് നോക്കിക്കോ, 40 മൈനസ് 20 എത്രയാ വരിക? 40 20 കുറക്കണം, എത്ര വന്നു? 20 ഡിവൈഡഡ് ബൈ 4 എത്രയാടാ? 5. യൂണിറ്റ് എഴുതുന്നതിന് മുമ്പ് നോക്കാം, എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആക്സലറേഷൻ അല്ലേ. അപ്പൊ ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? ഓർമ്മയില്ലേ? ഇപ്പൊ തൊട്ടപ്പുറത്ത് എഴുതിയിട്ടില്ലേ? എന്താടാ വരുക? മീറ്റർ പെർ സെക്കൻഡ് ആണോ? സെക്കൻഡ് ആണോ? അല്ല, എന്താ? സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് ഇനി എന്ത് കാണണടാ? ഡിസ്പ്ലേസ്മെന്റ് കാണണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കരുത്. ഏതിലേക്ക് തന്നിട്ടില്ല, ആദ്യം എ കണ്ടുപിടിക്കുക, ത്വരണം കണ്ടുപിടിക്കുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് S is equal to എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ, S is equal to നമ്മൾ എഴുതാൻ പോവുകയെന്ന് യു ഇവിടെ ഉണ്ടല്ലേ. എത്രയാ? 20 ഇൻറ്റു ടി എത്രയാടാ? 4 അല്ലേ. 4 ഇനി പ്ലസ് ഹാഫ് ഇൻറ്റു അല്ലെ, അര ഗുണിക്കണം
എ എത്രയാ? എ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലേ? എത്രയാടാ? 5 ആണ്. 5 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ? ടി എത്രയാ? 4 ആണ്. 4ന്റെ എന്ത് കാണണം? സ്ക്വയർ കാണണം. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ചെയ്യുന്ന നോക്കിക്കോ. ഇതാ 20 ഇൻറ്റു 4 എത്രയാടെ വരുക? 20 ഇൻറ്റു 4 എത്രയാ? 80 ആണല്ലോ. ഇനി നോക്കിക്കോ, പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു 4ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 16 ആണ് അല്ലേ? ഇവിടെ നമുക്ക് കട്ട് ചെയ്തൂടെ? ഈ 2ഉം ഇതാ ഈ 16ഉം കട്ട് ചെയ്താൽ ഇവിടെ 8 എന്നാവും. ഓക്കെ അല്ലേ? ഇതാ 16ന്റെ പകുതി 8 എന്ന് വന്നൂലേ? ഇനി ഇവിടെ നോക്കിക്കോ, 80 പ്ലസ് ഇനി ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഈ 2 ഈ 5ഉം കൺഫ്യൂഷൻ ആവില്ലല്ലോ. 5 ഇൻറ്റു 8 ഇതാണ് ചെയ്യേണ്ടത്. 5 ഇൻറ്റു 8 എത്രയാ? 40 എന്ന് വരും. 8ഉം 4ഉം 12. എത്ര വന്നൂടാ? 120. എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ? ഇതന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. 120 മീറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2 ക്വസ്റ്റ്യൻസും ഇക്വേഷൻസ് ഓഫ് മോഷൻസിൽ വരുന്നത് ചലന സമവാക്യങ്ങളിൽ സ്ഥാനാന്തരം എസ് കാണേണ്ട ഇക്വേഷൻ മാത്രം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.